you all to Entry App. I am Kavya. അപ്പൊ നമ്മളെല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ജോബാണല്ലേ വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ വെൽഫെയർ ഓഫീസറുമായി റിലേറ്റ് ചെയ്യുന്ന എക്സാമിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? വൺസ് അഗൈൻ വെൽക്കം യു ആൾ ടു ദിസ് വീഡിയോ. നമ്മുടെ വെൽഫെയർ ഓഫീസറിന്റെ സിലബസ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ്. അതായത് ഇന്ന് നമ്മൾ ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും അവിടെ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിരത്തി അല്ലെങ്കിൽ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ജനറൽ നോളേജ്, കറണ്ട് അഫയർ ആൻഡ് റിനൈസൻസ് എന്ന് പറയുന്നത് അല്ലെ. ജനറൽ നോളേജിനെ സംബന്ധിച്ചിടത്തോളം പല കാൻഡിഡേറ്റ്സിനും അയ്യോ ജനറൽ നോളേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പരീക്ഷ എഴുതുന്നില്ല എന്നുള്ളൊരു പോസ്റ്റുലേഷൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം ഇന്ന് ഏതൊരു പരീക്ഷയിലേക്ക് നമ്മൾ പോയാലും ജനറൽ നോളേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസേൺ തന്നെയാണ്. അപ്പൊ അതിൽ നല്ലൊരു നോളേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പ്ലഡ്ജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഈ പാർട്ട് 1-ലുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ പ്രിയാമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, എമർജൻസി പ്രൊവിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് അല്ലെ. എമർജൻസി പ്രൊവിഷൻസ്, നാഷണൽ എമർജൻസി ഏതാണ്, ഫിനാൻഷ്യൽ എമർജൻസി ഏതാണ്, ഇത് ആർട്ടിക്കിൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന ഏരിയയുമായി റിലേറ്റ് ചെയ്യുന്നത്. DPSP പോളിസിയുമായി റിലേറ്റ് ചെയ്യുന്നത് ഏതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏതാണ് മുതലായിട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അല്ലെ, ഇത് ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയി വരുന്ന ഒരു സിലബസ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളും നമുക്ക് എന്താണ് വളരെ സെലക്റ്റീവ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയും അവിടെ ഉണ്ട്. സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാം ആണ് അടുത്ത ഏരിയ എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ എന്തെല്ലാം ലെജിസ്ലേഷൻ പ്രോഗ്രാംസ് ഉണ്ടോ, അതുപോലെ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഗവൺമെന്റിനുണ്ടോ, അതുപോലെ RTI ആക്ട്, അതുപോലെ നമുക്ക് പോളിസീസ്, അതായത് വിമൻ ആൻഡ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അട്രോസിറ്റീസ് തടയാനായിട്ടുള്ള പോളിസീസ്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവിറോൺമെന്റൽ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ലൈക്ക് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ, വിമനുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്, ചിൽഡ്രനുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള സ്കീംസ് ആൻഡ് പോളിസീസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇന്ന് ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു എക്സാമിനും ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒരു ഏരിയ ആണ് നമ്മുടെ റിനൈസൻസ് എന്ന് പറയുന്നത് അല്ലെ. പണ്ട് വെറും ടീച്ചിങ് എക്സാമുകൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനറൽ PSCക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ, ഇന്ന് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു മേഖലയാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. റിനൈസൻസിന്റെ മേഖലയിൽ ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, മിഷനറി ഓർഗനൈസേഷൻസ് അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം പീരീഡ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രിന്റിംഗ് പ്രസ്, പിന്നെ അതുപോലെ നമ്മളുടെ സോഷ്യോ റിഫോം മൂവ്മെന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിൽ ഒന്നും ഒഴിച്ചു കൂടാനായി സാധിക്കില്ല അല്ലെ. ഇപ്പൊ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിനോട് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് ചൂസി ആയിട്ട്, കാരണം ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്, ഇതെല്ലാം പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താ, ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അല്ലെ. അത് തന്നെയാണ് എൻട്രി നിങ്ങൾക്കായിട്ട് ഇവിടെ തരുന്നതും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു വെക്കുന്നു, ആ ക്വസ്റ്റ്യൻ സെറ്റ് എടുത്തിട്ട് വീണ്ടും വീണ്ടും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ദ മോർ യു പ്രാക്ടീസ് ദ മോർ യു എക്സൽ അല്ലെ. അത് തന്നെയാണ് ഇവിടെയും ഈ ഒരു ഏരിയയിൽ നിങ്ങൾ സ്ട്രാറ്റജി ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്.
അടുത്തത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ടുകളാണ്. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ, അതായത് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിന്റെ ഏരിയയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പർ ക്ലോത്ത് റിവോൾട്ട്, ചാനാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ, അതേപോലെ ടെമ്പിൾ എൻട്രി ആക്ട്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, അതുപോലെ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. നിങ്ങൾക്ക് തന്നെ ഏതൊരു പരീക്ഷ എടുത്തു നോക്കിയാലും ഒരു 2 ചോദ്യമെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചോദിക്കാതിരിക്കില്ല അല്ലെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്നത്. പിന്നീടുള്ളത് റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ് ആണ്. അതിന്റെ അകത്താണ് ഈ മലയാളി, സ്വദേശാഭിമാനി, വിവേകോദയം, മിതവാദി, അതേപോലെ ഭാഷാപോഷിണി, അങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവര് എന്നാണ് കമന്റ്സ് ചെയ്തത്, ഇവരെന്തായിരുന്നു ഇവരുടെ മുദ്രാവാക്യം, അതുപോലെ തന്നെ ഇവരെന്താണ് തങ്ങളുടെ പത്രത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ്. അപ്പൊ അല്ലാതെ നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ വാസ്റ്റ് ആയി പഠിക്കുകയല്ല വേണ്ടത് അല്ലെ. എന്താ ആവശ്യം? ടു ദ പോയിന്റ് ആയിരിക്കണം. അതിന് നമുക്കൊരു പ്രോപ്പർ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ആവശ്യമാണ്. ഇനി അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, അതിന്റെ മേഖലയിലാണ് ഈ നോവൽ, ഡ്രാമ, പോയട്രി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങള് നിരന്തരമായിട്ട് എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു മേഖലയിൽ നിന്നും ചോദ്യം ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, അവിടെ വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ റിനൈസൻസ് ലീഡേഴ്സിനെ പറ്റി പഠിക്കുന്നതിന്റെ കൂട്ടം തന്നെ വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, പാർവതി നെന്മേനി മംഗളം, അതുപോലെ ആര്യ പല്ലം, അതുപോലെ കുട്ടിമാളു അമ്മ, ലളിത പ്രഭു, ഇവരൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ്. അക്കാമ ചെറിയാൻ, ഒരാളെയും നമുക്ക് ഒഴിച്ച് നിർത്താൻ സാധിക്കില്ല. അവിടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ സെറ്റ്. അതായത് നമ്മുടെ ഈ എക്സാമിന്റെ മാത്രമാണോ? അല്ല ഫ്രണ്ട്സ്, നമ്മള് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയുമായി അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നീട് അങ്ങോട്ട് നിരനിരയായി അങ്ങ് വരുവാണ് അല്ലെ നമ്മുടെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസ്. ഒരാളെ പോലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഇവരെ പറ്റി എല്ലാത്തിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തൈക്കാട് അയ്യ വൈകുണ്ഠർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീനാരായണ ഗുരു തന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, അതേപോലെ വാഗ്ഭട്ടാനന്ദ, പൊയ്കയിൽ യോഹന്നാൻ, അതേപോലെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കൂടാതെ ചാത്തൻ മാസ്റ്റർ, ഇവരുടെ ഒക്കെ കാര്യങ്ങള് ഇവരൊക്കെ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങള് വളരെ വളരെ ഇവരുടെ ടൈം പീരീഡ് വരെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെലക്റ്റീവ് ആയി പഠിക്കുക. ഇവരെ കുറിച്ച് ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നമ്മൾ എന്താണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഏതൊക്കെ മേഖലയിലാണ് അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ബുക്കുകൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തിന്റെ തത്വചിന്തകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്? റിലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ ആണ് അല്ലെ. നല്ല പോലെ പഠിച്ചാൽ മാത്രമേ, കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പാർട്ടേ അങ്ങ് വിട്ട് കളയാമെന്നാണ്. അങ്ങനെയല്ല, നമ്മുടെ ഓരോ മാർക്കും നമ്മളെ എന്തിലേക്ക് ലീഡ് ചെയ്യും? റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാനും പിന്നോട്ട് പോകാനും ലീഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു മാർക്ക് പോലും എനിക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടി തന്നെ വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട്. നമ്മൾ ലിറ്റററി ഫിഗറിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇവരൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടഡ് ലിറ്റററി ഫിഗേഴ്സ് ആണ്. ഇത്രയുമാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. പാർട്ട് 1 കേട്ടപ്പോ തന്നെ ക്ഷീണിച്ചോ? ക്ഷീണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ ചെയ്യേണ്ട എന്താ വെച്ചാൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമ്മൾ പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എക്സാം വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുവാണെങ്കിൽ എക്സാം അടുത്ത മാസല്ലേ, അല്ലെ അതിന്റെ അടുത്ത മാസല്ലേ, ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, എക്സാം എനിക്ക് നാളെയാണ് എന്നുള്ളൊരു രീതിയിൽ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? പഠിച്ച് തുടങ്ങാനായിട്ട്.
ഇനി പാർട്ട് 2ലേക്ക് നമ്മൾ കടന്നാൽ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക് ആണ് അവിടെ വരുന്നത്. അതിന്റെ അകത്ത് സോഷ്യൽ വർക്ക് എന്താണ് എന്നുള്ളതാണ്, അതിന്റെ മീനിങ്, പർപ്പസ്, ഗോള്, ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ആൻസിലറി മെത്തേഡ്സ്, നിരന്തരമായി ചോദ്യങ്ങൾ പല എക്സാംസിനും ഈ സോഷ്യൽ വർക്കിന്റെ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ആൻസിലറി മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മുടെ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് റിലീജിയസ് ചാരിറ്റിയിലേക്ക് എൻ്റർ ചെയ്താൽ അവിടെ നമുക്ക് എഡ്വേർഡ്, ഹെൻറി, എലിസബത്ത് പൂവർലോ, ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിവിൽ വാർ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ, ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ വെൽഫെയർ ഡ്യൂറിങ് സുൽത്താനേറ്റ് ആൻഡ് മുഗൾ പീരീഡ്, ആ ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടൊക്കെ റാപ്പിഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോഷ്യൽ റിഫോമേഴ്സ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് അല്ലെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫിക്കൽ ബേസിസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അതിന്റെ അകത്ത് മോറൽ, റിലീജിയസ് വാല്യൂ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ, ഹിന്ദു, ഇസ്ലാം, ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ്, അതുപോലെ ഗാന്ധിയൻ ഫിലോസഫി, ഇതൊക്കെയാണ് നമ്മൾ ഈ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ മൂന്നാമത്തെ, അതായത് ഫിലോസഫിക്കൽ ബേസിസ് ഓഫ് സോഷ്യൽ വർക്കിൽ ചോദിക്കുന്നത്. അടുത്ത ഏരിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോളണ്ടറി ആൻഡ് പ്രൊഫഷണൽ ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. അതിന്റെ അകത്ത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കാണാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ആസ് പ്രൊഫഷൻ, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, കറന്റ് ട്രെൻഡ്സ്, നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം കേട്ടോ. ഇപ്പൊ പല കാൻഡിഡേറ്റ്സും ഞങ്ങളോട് പറഞ്ഞു കേൾക്കുന്നതാണ് കറണ്ട് അഫയേഴ്സിൽ ഞങ്ങൾ അത്രത്തോളം അങ്ങ് ഒന്ന് പ്ലഡ്ജായി വരുന്നില്ല എന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ചാറ്റ് ജിപിടിന്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ നമ്മുടെ എൻട്രീന്റെ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലെ, അത് ഡെയിലി മോർണിംഗ് സെഷനിൽ ഫ്രീ ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഇല്ലേ? ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സസിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ലേ അല്ലെ? കാരണം എന്താ വെച്ചാൽ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഈവൻ ടെലിഗ്രാം സപ്പോർട്ട്സ് വരെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സിനെ ഓർത്ത് ഇനിയും വിഷമിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ അല്ലെ. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ വർക്ക് വാല്യൂസ് ആൻഡ് കോഡ് ഓഫ് എത്തിക്സ് ആണ് വരുന്നത്. അതിന്റെ അകത്ത് നമുക്ക് പേർപ്പസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ് ഇമ്പോർട്ടന്റ് ആണ്. NASW കോഡ് ഓഫ് എത്തിക്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്തിക്കൽ ഡെലമാസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കോർ കമ്പറ്റൻസീസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് എ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർ. അതിന്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അഡ്ഹറൻസ് ടു ദ കോഡ് ഓഫ് എത്തിക്സ് ഇമ്പോർട്ടന്റ് ആണ്. നോൺ ജഡ്ജ്മെന്റൽ ആൻഡ് നോൺ എക്സർട്ടീവ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കോർ കോമ്പറ്റൻസീസ് ആൻഡ് കൾച്ചറൽ കമ്പറ്റൻസീസ്. NASW CSWE വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പോർഷൻ, അതായത് കോർ കോമ്പറ്റൻസീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ തന്നെ നമ്മുടെ പാർട്ട് 2ന്റെ തന്നെ അടുത്ത ഭാഗത്തില് സോഷ്യോളജി ഫോർ സോഷ്യൽ വർക്ക് വരുന്നുണ്ട്. അതിൽ വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ആദ്യത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ യൂണിറ്റ് തന്നെ ചർച്ച ചെയ്യുന്നത് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. സോഷ്യൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഏരിയയുമായി റിലേറ്റ് ചെയ്യുന്ന തിയോറട്ടിക്കൽ കോൺസെപ്റ്റ്സ് ആണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന, കമ്മ്യൂണിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന, അസോസിയേഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, അങ്ങനെ മുതലായിട്ടുള്ള ഏരിയ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു മേഖലയിൽ നിന്നും ചോദിക്കുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ്, മാരേജ്, അതിന്റെ ഫാമിലി, എഡ്യൂക്കേഷൻ, പോളിറ്റി ആൻഡ് റിലീജിയൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് കാസ്റ്റ്, ക്ലാസ് മുതലായിട്ടുള്ള കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്യുന്ന ന്യൂമറസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈ സോഷ്യോളജി ഫോർ സോഷ്യൽ വർക്കില് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ആ ഒരു മൊഡ്യൂൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്.
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോ സമയവും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെ. ദ മോർ യു പ്രാക്ടീസ് ദ മോർ യു എക്സൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് 20+ മോക്ക് എക്സാംസ് എന്ന് പറയുന്നത്, അതായത് സബ്ജക്ട് വൈസ് എക്സാംസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിനോട് എപ്പോഴും പറയുന്നതാണ്, എത്രത്തോളം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുവോ, എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായി സാധിക്കുന്നു, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ ചിന്തിക്കുക, അയ്യോ ഇത്രയ്ക്ക് എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടോ, മോക്ക് ടെസ്റ്റ് എഴുതണോ? തീർച്ചയായിട്ടും വേണം. എഴുതി വേണം നമ്മൾ അതിന്റെ ആ ഒരു ഫ്രൂട്ട്ഫുള്ളിലേക്ക് വരാനായിട്ട്. അടുത്തത് സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. അതിന്റെ അകത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ പ്രോസസ്സ് പഠിച്ചിരിക്കണം. അതുപോലെ സോഷ്യൽ കൺട്രോളിന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഏജൻസീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സോഷ്യൽ ചേഞ്ചുമായി റിലേറ്റ് ചെയ്യുന്ന സമയത്തും അവിടെയും ക്യാരക്ടറിസ്റ്റിക്സും ഫാക്ടേഴ്സും ഉണ്ട്. കുറെ ഫാക്ടേഴ്സ് തന്നിട്ട് വിച്ച് വൺ ഡു നോട്ട് ബിലോങ് ടു ദിസ് ചോദ്യം വരാം. സോ എല്ലാ ഫാക്ടേഴ്സും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് പോസ്റ്റ്ലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് സോഷ്യൽ അനാലിസിസ് ആണ്. ഇതിന്റെ അകത്ത് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, മൈഗ്രേഷൻ, ആൽക്കഹോളിസം മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ബ്രിസ്കായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ സിസ്റ്റം ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യോളജി, എക്കണോമിക്സ് ഫോർ സോഷ്യൽ വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. വളരെ സിസ്റ്റമാറ്റിക് ആയി തന്നെ ഉള്ളൊരു പഠനമാണ് നമുക്ക് ഏത് മേഖലയിൽ ആവശ്യമായിട്ടുള്ളത്, സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന മേഖലയിൽ ആവശ്യമായിട്ട് ഉള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്കുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത മേഖല ഏതാന്ന് വെച്ചാൽ സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താ വെച്ചാൽ സൈക്കോളജി എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സ്കൂൾസ് ആൻഡ് തിയററ്റിക്കൽ ബേസസ് നമ്മളുടെ സൈക്കോ അനാലിറ്റിക്കൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ആൻഡ് ഹ്യൂമാനിസ്റ്റിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട് സൈക്കോളജിയിൽ, ജസ്റ്റ് ലൈക്ക് സെൻസേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, ഇമോഷൻസ്, ഇന്റലിജൻസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നമ്മൾ ഇതിന്റെ തന്നെ സബ് ബ്രാഞ്ച് എടുത്തു നോക്കിയാൽ യു ഹാവ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയുടെ ഏരിയ വരുമ്പോൾ അവിടെ തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കൺഫോമിറ്റി, ആറ്റിറ്റ്യൂഡ്സ്, പ്രെജുഡിസ്, റൂമർ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾക്ക് സി പോർഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സബ് പോർഷനിലേക്ക് പോയാൽ അവിടെ മൾട്ടി ഡയമെൻഷണൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, ബയോഫിസിക്കൽ, സൈക്കോളജിക്കൽ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി ഇതിന്റെ തന്നെ സബ് യൂണിറ്റ്സിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ യു ഹാവ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്. അതിന്റെ അകത്ത് ഡിഫറൻഷിയേറ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ഗ്രോത്ത് ആണോ ഇത് ഡെവലപ്മെന്റ് ആണോ എന്ന് നമ്മളോട് ചോദിക്കും. സോ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ദാറ്റ്. അതേപോലെ തന്നെ എറിക് എറിക്സന്റെ തിയറി, പിയാഷെയുടെ തിയറി, കൊഹൽബർഗിന്റെ തിയറി, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ഒരു കാരണവശാലും നിങ്ങൾ ലീവ് ചെയ്യാം. ഈ തിയറീസ് ഒക്കെ എങ്ങനെ പഠിക്കാനാണ്, കാരണം ഇതൊരു വാസ്റ്റ് സിലബസ് അല്ലേ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആണ് എറിക് എറിക്സന്റെ തിയറി, പിയാഷെയുടെ തിയറി, കോഹൽബർഗിന്റെ തിയറിയും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയും. അതേപോലെ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ഇൻഫൻസി കൺസംഷനിലേക്ക് പോവുകയാണെങ്കിൽ യു ഹാവ് പ്രീ നാറ്റൽ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇമോഷണൽ, കോഗ്നിറ്റീവ്, സോഷ്യൽ ചേഞ്ചസ്, സോഷ്യലൈസേഷൻ ഈ മേഖലകളും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ടാസ്ക് ഓഫ് ഏർലി ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഉണ്ട്. അതിന്റെ അകത്ത് ഫിസിയോളജിക്കൽ, ഇമോഷണൽ, സോഷ്യൽ, പേഴ്സണാലിറ്റി ആൻഡ് കോഗ്നിറ്റീവ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് യു ഹാവ് ദ പ്യൂബർട്ടി ആൻഡ് അഡോളസെന്റ് പ്യൂബർട്ടി. അതിന്റെ അകത്തുനിന്ന് ആക്ച്വലി കുറച്ച് ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ, ജസ്റ്റ് ലൈക്ക് ബയോഫിസിക്കൽ, കോഗ്നിറ്റീവ്, സൈക്കോളജിക്കൽ അങ്ങനെ മുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. ആൻഡ് ഐഡന്റിറ്റി ക്രൈസിസ് ഇമ്പോർട്ടന്റ്. ഇനി നമ്മൾ അടുത്ത മേഖലയിലേക്ക് പോവാണെങ്കിൽ അവിടെ നമുക്ക് അഡൽട്ട്ഹുഡ് ഡെവലപ്മെന്റ് ടാസ്ക് ഓഫ് ഏർലി അഡൽട്ട്ഹുഡ് കാണാം. അതിന്റെ അകത്ത് വൊക്കേഷണൽ, മറിറ്റൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, ഡെവലപ്മെന്റ് ടാസ്ക് ഓഫ് മിഡിൽ ഏജ് ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്.
നെക്സ്റ്റ് ഏരിയാസ് അബ്നോർമൽ സൈക്കോളജി. അതിന്റെ അകത്തെ അബ്നോർമാലിറ്റി കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. പിന്നെ നോർമാലിറ്റിയും അബ്നോർമാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാറുണ്ട്. അതുപോലെ ഫെയ്ത്ത് ഹീലിംഗ് എന്താന്ന് ചോദിക്കും. അസസ്മെന്റ് ഓഫ് മെന്റൽ ഇൽനെസ്, സൈക്കോസിസ്, ന്യൂറോസിസ് ചോദിച്ചു കാണാറുണ്ട്. അതേപോലെ ICD-10, DSM, ഡിഫൻസ് മെക്കാനിസം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇനി അടുത്ത എന്താ വെച്ചാൽ നമ്മുടെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗ് ആണ്. അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ഡിഫറൻഷിയേറ്റിംഗ്. അതേപോലെ നിങ്ങൾക്ക് ഒരു ഡെഫിനീഷൻ തരും, എന്നിട്ട് ആ ഡെഫിനീഷൻ ആരാ പുട്ട് ഫോർവേഡ് ചെയ്തത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ ഡെഫിനീഷൻസും പഠിക്കുകയല്ല വേണ്ടത് അല്ലെ. എന്താ ചെയ്യണ്ടേ? സെലക്റ്റീവായി ചൂസി ആയിട്ട് പഠിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രിവെന്റീവ്, ഡെവലപ്മെന്റൽ, ക്രൈസിസ് ഫോംസ് വരുന്നുണ്ട്. Then you have telephone counseling, crisis counseling, vocational counseling, അതേപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മേഖലകളുണ്ട്. And that is also very important. Next you have theories of counseling, psychoanalytical, psychodynamic theories, behavioral theories, humanistic theory, existential theories ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇനി കൗൺസിലിംഗ് പ്രോസസ് ആൻഡ് പ്രിൻസിപ്പിൾസിലേക്ക് പോയ സ്റ്റേജസ് അത് ഇമ്പോർട്ടന്റ് ആണ്. കൗൺസിലിംഗ് പ്രോസസ്സ് ചോദിക്കാറുണ്ട്. ആ പ്രോസസ്സുകൾ ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്. കൗൺസിലിംഗ് പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ മേഖലയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അടുത്തത് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ആണ്. ഇതിന്റെ അകത്ത് ടെക്നിക്സിൽ ഇനീഷ്യേറ്റിംഗ് കോണ്ടാക്ട്, എസ്റ്റാബ്ലിഷിംഗ് സ്ട്രക്ചർ, interaction, attending behavior, observation of non-verbal behavior, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. നെക്സ്റ്റ് യു ഹാവ് കേസ് റെക്കോർഡിംഗ്. കേസ് റെക്കോർഡിംഗിന്റെ യൂസ് എന്താ ചോദിക്കാറുണ്ട്. സ്ട്രക്ചർ ആൻഡ് കണ്ടന്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉള്ളത് അഡൽട്ട്ഹുഡ്, ഡെവലപ്മെന്റ് ടാസ്ക് ഓഫ് ഏർലി അഡൽട്ട്ഹുഡ് ആണ്. അതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് മിഡിൽ ഏജ്, ഫിസിയോളജിക്കൽ, സോഷ്യൽ, വൊക്കേഷണൽ ആൻഡ് ഫെമിലിയൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അതുപോലെ തന്നെ ഇമോഷണൽ, സ്പിരിച്വൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനിയുള്ളത് അബ്നോർമൽ സൈക്കോളജി ആണ്. അതിന്റെ അകത്ത് നോർമാലിറ്റി വേഴ്സസ് അബ്നോർമാലിറ്റി ചോദിക്കാറുണ്ട്. ബയോളജിക്കൽ, സൈക്കോ സോഷ്യൽ ചോദിക്കാറുണ്ട്. സോഷ്യോ കൾച്ചറൽ ബേസിസ് ഇൻ അബ്നോർമൽ ബിഹേവിയർ ചോദിക്കാറുണ്ട്. കൾച്ചറൽ ബൗണ്ട് സിൻഡ്രോം ചോദിക്കാറുണ്ട്. ഫെയ്ത്ത് ഹീലിംഗ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അടുത്ത ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് ആണ്. സോഷ്യൽ വർക്കിന്റെ അകത്ത് വരുന്ന ഗ്രൂപ്പ് എന്താണെന്നാണ്. അതിലെ ടൈപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്ജക്റ്റീവ്സും സ്കോപ്പുമായി റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അവിടെ സ്റ്റേജസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു മേഖലയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാം പ്ലാനിംഗ് നമ്മളോട് ചോദിക്കാറുണ്ട്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് മോഡൽസും ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഏരിയയിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് പ്രോസസ് ഉണ്ട്. ഇതിന്റെ അകത്ത് ഗ്രൂപ്പ് പ്രോസസ് അസോസിയേറ്റീവ്, ഡിസോസിയേറ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ് ഗ്രൂപ്പ്സിന്റെ മീനിങ് ആൻഡ് ടൈപ്സ് ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യോഗ്രാം, സോഷ്യോമെട്രി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോഷ്യോമെട്രിക്ക് ആരാ കൊണ്ടുവന്നേന്നൊക്കെയുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നിരന്തരമായിട്ട് ചോദിച്ച് കാണാറുള്ളത്. അതേപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഡെഫിനീഷൻസ്, ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് കോഹിഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ലീഡർഷിപ്പ് തിയറി ചോദിക്കാറുണ്ട്. ടൈപ്സും ചോദിക്കാറുണ്ട്. അടുത്തതാണെങ്കിൽ റെക്കോർഡിംഗ് സോഷ്യൽ വർക്ക് ആണ്. അതിന്റെ അകത്ത് സ്ട്രക്ചർ ചോദിക്കും. മെത്തേഡ്സ് വെർബറ്റിയം, നറേറ്റീവ്, കണ്ടൻസ്ഡ്, അനാലിറ്റിക്കൽ ആൻഡ് സമ്മറി റെക്കോർഡ്സ് ചോദിക്കാറുണ്ട്. സോഷ്യൽ കേസ് വർക്കിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സിൽ നിന്നും ചോദിക്കാറുണ്ട്. റിലേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ടു അതർ മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫിലോസഫി സോഷ്യൽ കേസ് വർക്കിലേക്ക് നമ്മൾ കടന്ന അവിടെ പ്രിൻസിപ്പിൾസ്, കമ്പോണൻസ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. Next you have overview of phases of helping process in social work. അതിന്റെ അകത്ത് എൻഗേജ്മെന്റ്, എക്സ്പ്ലോറേഷൻ, പ്ലാനിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടി ഡയമെൻഷനാലിറ്റി ഓഫ് അസസ്മെന്റ്, അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലയന്റ് വർക്കർ റിലേഷൻഷിപ്പ്, ഗോൾ സെറ്റിംഗ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് കോൺട്രാക്ട്,
അതേപോലെ ഇവാലുവേഷൻ, ഡിസ്എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ടെർമിനേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ കേസ് വർക്ക് ഇന്റർവെൻഷൻ മോഡൽസ് ആണ്. അവിടെ ഡിഫറെന്റ് മോഡലുകളെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. സൈക്കോ അനാലിറ്റിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ സൈക്കോ സോഷ്യൽ, രണ്ടും തമ്മിൽ വ്യത്യാസം ചോദിക്കാറുണ്ട്. ജനറൽ സിസ്റ്റംസ് മോഡൽ, പ്രോബ്ലം സോൾവിംഗ് മോഡൽ, ക്രൈസിസ് ഇന്റർവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ഇൻ ഹെൽപ്പിംഗ് പ്രോസസ് ഇൻ കേസ് വർക്ക് സപ്പോർട്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള, വളരെ ക്രോണിക് ആയിട്ടുള്ള, ഒരുപാടുള്ള ഒരു സിലബസ് ആണ് അല്ലെ. പഠിച്ചെത്തുക എന്ന് പറയുന്നതും ടൈമിന്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. സോ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, സിസ്റ്റമാറ്റിക് ആയി പഠിക്കുക അല്ലെ. അടുത്തത് ഓവർവ്യൂ അബൌട്ട് കേസ് വർക്ക് സെറ്റിംഗ്സ് ആണ്. അവിടെ പ്രൈമറി സെറ്റിംഗ്സ്, അതുപോലെ സെക്കൻഡറി സെറ്റിംഗ്സ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതെന്തൊക്കെയാ വരുന്നതെന്ന് റിലേറ്റ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് ഇസ് റെക്കോർഡിംഗ് സോഷ്യൽ കേസ് വർക്ക് റെക്കോർഡിംഗ്സ്. അതിന്റെ അകത്ത് മെത്തേഡ്സ് ആണ് ഇമ്പോർട്ടന്റ്. വെർബറ്ററം, നറേറ്റീവ്, കണ്ടൻസ്ഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ്. സോഷ്യൽ വർക്ക് റിസർച്ചിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ അവിടെ റിസർച്ചിന്റെ ഡെഫിനീഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. സയന്റിഫിക് എൻക്വയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കോപ്പ് ആൻഡ് നേച്ചർ, അതുപോലെ തന്നെ ബേസിക് എലിമെന്റ്സ് ഓഫ് സയന്റിഫിക് മെത്തേഡ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പാരഡൈംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസർച്ചിന്റെ ഒക്കെ ഏരിയ ആണെങ്കിൽ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങ് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കും. അതായത് 100 സെറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. അതിന്റെ അകത്ത് 500 ചോദ്യങ്ങൾ കാണും. അതിലും മീതിയെ ഒന്നും ചോദിക്കില്ല. അടുത്ത ഏരിയയിലേക്ക് കടന്നാൽ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡുകൾ ഉണ്ട്. അതിന്റെ അകത്ത് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് റിസർച്ച് ഇമ്പോർട്ടന്റ് ആണ്. മീനിങ് മേജർ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഇമ്പോർട്ടന്റ് ആണ്. റിസർച്ച് ഡിസൈനിന്റെ മീനിങ് പർപ്പസ് ടൈപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ, സാമ്പിളിംഗിന്റെ ടൈപ്സ് പല ടൈപ്സിലുണ്ട് അല്ലെ. ഓൾ ദോസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. പ്രൈമറി സെക്കൻഡറി ഡാറ്റ ഏതൊക്കെയാണ്, സോഴ്സസ് എങ്ങനെയൊക്കെയാ നമുക്ക് എടുക്കാൻ പറ്റുക, വെരി ഇമ്പോർട്ടന്റ്. മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഒരു ചോദ്യം തന്നിട്ട് നിങ്ങൾ ഇതിനെ കളക്ട് ചെയ്യാൻ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് അവലംബിക്കും, ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റെപ്പുകളും ചോദിക്കും. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ഇതിന്റെ അകത്ത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്തിനാ, അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ കുറെ ഗ്രാഫിക്കൽ മെത്തേഡ്സ് ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡും തന്നിട്ട് ഏതാ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലാത്തെ, അല്ലെ ഏതാ മാത്തമാറ്റിക്കൽ അല്ലാത്തെ ചോദ്യങ്ങൾ വരാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ശരിക്കും ഇത് സ്റ്റാറ്റിയുടെ ഏരിയ ആണ് അല്ലെ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതും നിങ്ങളോട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ആരാ കൊണ്ടുവന്നേ, എങ്ങനെയാ കൊണ്ടുവന്നേ മുതലായ ചോദ്യങ്ങൾ ചോദിക്കും. നെക്സ്റ്റ് ഇസ് തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അത് പക്കാ സ്റ്റാറ്റി ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്പേർഷൻ ഉണ്ട്, കോറിലേഷൻ ഉണ്ട്. അപ്പം കൈ സ്ക്വയർ, അതായത് ഈ കൈ സ്ക്വയറും ടി ടെസ്റ്റ് ഒക്കെ എക്കണോമെട്രിക്സിന്റെ ഏരിയ വരുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്നും കണ്ട് ടെൻഷൻ ആവുകയല്ല വേണ്ടത്, ചൂസി ആയി പഠിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ എക്കണോമെട്രിക്സ് തന്നെ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത് 50 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങ് കൊടുക്കും. അത് മാത്രമാണ് കാലാകാലങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ അതങ്ങ് പഠിക്കുക, അത് പ്രസന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്തത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സിന്റെ ഏരിയയിലേക്ക് പോയാൽ കൺസെപ്ച്വലൈസിംഗ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് ഉണ്ട്. അതേപോലെ ഡിസൈനിങ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ്, മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഡാറ്റ പ്രോസസിംഗ് ആൻഡ് അനാലിസിസ് ഉണ്ട്. റൈറ്റിംഗ് അപ്പ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി, പ്രിൻസിപ്പിൾസ് ഓഫ് ട്രയാങ്കുലേഷൻ, ആ കോൺസെപ്റ്റും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അത് എന്താണെന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാനും വരാറുണ്ട്. അടുത്തത് യൂസ് ഓഫ് റിസർച്ച് സോഫ്റ്റ്വെയർ, SPSS നെ കുറിച്ചാണ് അവിടെ ചോദ്യങ്ങൾ വരാറുള്ളത്. ഇമ്പോർട്ടന്റ്, എന്ത് യൂസ് ചെയ്യും, എങ്ങനെയാണ്. പിന്നെ ഇതൊന്നും വലിയ ഡെപ്തിലൊന്നും ചോദിക്കില്ല, ജസ്റ്റ് നമ്മളോട് സോഫ്റ്റ്വെയർ ബീംസ് എന്താന്നേ ചോദിക്കും. നെക്സ്റ്റ് ഇസ് റിസർച്ച് റിപ്പോർട്ട്സ്. അതിന്റെ അകത്ത് സ്റ്റൈല് ചോദിക്കും. ബിബ്ലിയോഗ്രഫി എന്താ, അപ്പൻഡിക്സ് എന്താന്ന് ചോദിക്കും. പിന്നെ APA സ്റ്റൈല്, MLA സ്റ്റൈൽ, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ അല്ലെ, ആ സ്റ്റൈല് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കും. ഇത്രയുമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും ചോദിക്കുന്നത്. ഇനി നമ്മുടെ പ്രൊജക്ട് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റിലേക്ക് കടന്നാൽ അവിടെ ഡെഫിനീഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ പഠിച്ചു വെച്ചേക്ക, ഇന്റഗ്രേറ്റഡ് അപ്രോച്ചുകൾ പഠിച്ചു വെക്കുക, ടൈപ്സ് പഠിച്ചു വെച്ചേക്ക, പ്രൊജക്ട് സൈക്കിൾസ് ഇമ്പോർട്ടന്റ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്ട്സും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഈ സിലബസ് ഞങ്ങളുടെ ചാറ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അടുത്തത് സോഷ്യൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്.
ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ് സ്റ്റേജസും ഇമ്പോർട്ടന്റ് ആണ്. പ്രൊജക്ട് സൈക്കിളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പ്രൊജക്ട് പ്ലാനിങ് പഠിച്ചേക്കണം. PRA PLA വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊജക്ട് ഡിസൈൻ ലോജിക്കൽ ഫ്രെയിംവർക്ക് അപ്രോച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ആക്ടിവിറ്റി പ്ലാൻ എസ്റ്റിമേഷൻ, ടൈം എസ്റ്റിമേഷൻ, കോസ്റ്റ് എസ്റ്റിമേഷൻ, റിസോഴ്സ് എസ്റ്റിമേഷൻ, അതേപോലെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ആരാ കൊണ്ടുവന്ന്, എപ്പോഴാ കൊണ്ടുവന്ന്, എന്താ പ്രോഗ്രാം മുതലായ കാര്യങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ വരാം. നെക്സ്റ്റ് യു ഹാവ് പ്രൊജക്ട് സൈക്കിൾ, പ്രൊജക്ട് മാനേജ്മെന്റ്. ഇവിടെ പ്രൊജക്ട് സൈക്കിൾ പ്രൊജക്ട് പ്ലാനിംഗ് ആണെങ്കിൽ പ്രൊജക്ട് സൈക്കിൾ പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്. പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ, അതേപോലെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, PRT വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ PRT പറയുന്നത്. അതേപോലെ പ്രൊജക്ട് റിവ്യൂ, വേരിയൻസ് അനാലിസിസ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നെക്സ്റ്റ് കംസ് പ്രൊജക്ട് ഫോർമാറ്റ് ഫോർ പ്രൊജക്ട് പ്രപ്പോസൽ റൈറ്റിംഗ്. അതിനകത്ത് സ്റ്റെപ്സ് പഠിച്ചിരിക്കുക, ഹിസ്റ്ററിയും പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊജക്ട് ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബഡ്ജറ്റിംഗില് FCRA, എസെൻഷ്യൽ ലോസ്, അതേപോലെ പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കംസ് ഫണ്ട് റേസിംഗ് മാനേജ്മെന്റ്. അതിന്റെ അകത്ത് ബേസിക് പ്രിൻസിപ്പിൾസ് ഒന്ന് പഠിച്ചേക്കണം. ഗിഫ്റ്റ് പ്രോഗ്രാംസ് ചോദിക്കാറുണ്ട്, ഇനീഷ്യേറ്റീവ്സ് ചോദിക്കാറുണ്ട്, സോളിസിറ്റേഷൻ ഇന്റർവ്യൂ, മെയിൽ ആൻഡ് ഇമെയിൽ ഫണ്ട് റേസ് സ്ട്രാറ്റജി. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അടുത്തത് സോഷ്യൽ ലെജിസ്ലേഷൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതിന്റെ അകത്ത് ലോ ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട്. കൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ, ലോ ആസ് എൻ ഏജന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ ജസ്റ്റിസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ള ഈ B ഏരിയ ആണെങ്കിൽ നിങ്ങൾ ആ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് പഠിക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് ഇത് റിപ്പീറ്റഡ് ആയി നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല. ഒരുപാട് ഏരിയാസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്, ദാറ്റ് യു കൻ എലിമിനേറ്റ്. ഓക്കെ, പക്ഷെ IPC, CPC, CRPC, FIR ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പേഴ്സണൽ ലോ, അതായത് മാരേജ്, ഡൈവേഴ്സ്, സൊസെഷൻസ്, അഡോപ്ഷൻ ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ലോസ് ഒന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ ഫാമിലി കോർട്ട് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ട് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിഫോം സിവിൽ കോഡ് ആക്ട് ഇപ്പൊ ബേണിംഗ് ആയിട്ടുള്ളത് കൊണ്ട് അതിന്റെ അകത്തുനിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് സോഷ്യൽ ലെജിസ്ലേഷൻ ഫോർ വിമൻ, ചിൽഡ്രൻ ആൻഡ് എൻവിറോൺമെന്റ് ആണ്. അതിന്റെ അകത്ത് ഡൗറി പ്രോഹിബിഷൻ ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പോസ്കോ ആക്ട്, REA അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, RT എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. MGNREGA ആക്ടും ഇമ്പോർട്ടന്റ് ആണ്. വേരിയസ് കമ്മീഷൻസ് ആൻഡ് ലീഗൽ സർവീസസ് ഉണ്ട്. അതിന്റെ അകത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ലീഗൽ എയ്ഡ്, ലോക അദാലത്ത്, അതുപോലെ തന്നെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ് ഒക്കെ പോലെയുള്ള. അത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇത് ഏതാ വരണേ, ഹേബിയസ് കോർപ്പസ് ആണോ മൻഡാമസ് ആണോ മുതലായ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിന്റെ അകത്ത് UNDHR ചോദിക്കാറുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായി റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വിമൻ ആൻഡ് ചിൽഡ്രൻ പ്രൊട്ടക്ഷൻ, മൈനോറിറ്റി, ദലിറ്റ്സ്, ഇൻഡിജനസ് പീപ്പിൾ റിലേറ്റഡ് ആയ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് ദ ഗ്ലോബൽ ലെവൽ. അതിന്റെ അകത്ത് വരുന്നത് നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റി, സൈബർ ക്രൈംസുമായി റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങള്, സൈബർ ഡിഫാമേഷൻ എന്ന് പറയുന്ന ടേം, സൈബർ പോർണോഗ്രഫി പറയുന്ന ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് is related with criminology and social deviance. അതിന്റെ അകത്ത് ഈ ക്രൈം, സോഷ്യൽ ആൻഡ് ലീഗൽ കോൺസെപ്റ്റ്, ക്രൈം, ടോർട്ട്, സിൻ, വൈസ്, ഇമ്മോറാലിറ്റി മുതലായ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. സയന്റിഫിക് സ്റ്റാറ്റസ് ഓഫ് ക്രിമിനോളജി നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത് ഈ ടൈപ്സ് ഓഫ് ക്രിമിനൽസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്കൂൾസ്, ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ് ഈ സ്കൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പോളജി ഓഫ് ക്രിമിനൽ ബിഹേവിയറിലേക്ക് കടന്ന പ്രൊഫഷണൽ ക്രൈം, കൺവെൻഷണൽ ക്രൈം, ഓർഗനൈസ്ഡ് ക്രൈം, വൈറ്റ് കോളർ ക്രൈം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റേസിഡിവിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കംസ് പീനോളജി. പീനോളജിയുടെ ഏരിയയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. കറണ്ട് ട്രെൻഡ് ചോദിക്കൂ കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ക്രിമിനൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവിടെ വരാറുണ്ട്. ഇനി പ്രോബ്ലംസ് ഓഫ് സോഷ്യൽ ഡിസോർഗനൈസേഷനിലേക്ക് നമ്മൾ കടന്ന ഇൻഡിവിജ്വൽ ഡിസോർഗനൈസേഷൻ പഠിച്ചിരിക്കണം, ഫാമിലിൻ്റെതും പഠിച്ചിരിക്കുക. ദെൻ കംസ് ലിംഗ്വിസം, കമ്മ്യൂണൽ, കാസ്റ്റ് ടെൻഷൻസ് ഇമ്പോർട്ടന്റ് ആണ്.
നെക്സ്റ്റ് ഇസ് കറക്ഷണൽ സോഷ്യൽ വർക്ക്. അതിന്റെ അകത്ത് ടെക്നിക്കുകൾ പഠിച്ചു വെക്കുക. മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിലേമാസ് ഓഫ് കസ്റ്റഡി, കറക്ഷൻസ് മിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പ്രോബ്ലംസ് ഓഫ് ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സിന് ഏരിയ വരുമ്പോൾ ട്രെൻഡ് ആൻഡ് പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ്. കേസ് കോൺഫറൻസുകൾ റോള് ഇമ്പോർട്ടന്റ് ആണ്. ലീഗൽ ഫ്രെയിംവർക്കിലേക്ക് കടന്നാൽ പ്രിസൺ ആക്ട് 1894, പ്രിസണേഴ്സ് ആക്ട് 1990, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2002 അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുൻപുള്ള പരീക്ഷകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും. നെക്സ്റ്റ് ഇസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻസ് ആണ്. അതിന്റെ അകത്ത് എന്താ ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ചോദിക്കാറുണ്ട്, ടാസ്ക് ചോദിക്കാറുണ്ട്, പ്രിൻസിപ്പിൾസ് ചോദിക്കാറുണ്ട്. ഇനി ഓർഗനൈസേഷണൽ മാനേജ്മെന്റിന്റെ ഏരിയയിലേക്ക് വന്നാൽ ടൈപ്സ് ചോദിക്കാറുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഏരിയയിൽ തന്നെ HSOയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. നെക്സ്റ്റ് ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. അതിന്റെ അകത്ത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, ലോസ് ഓഫ് HSOs, പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് കമ്മിറ്റി വർക്കിംഗ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പേഴ്സണൽ ഫങ്ഷൻസ് ഇൻ HSO. അതിന്റെ അകത്ത് റൂൾസും പോളിസീസും വരാറുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഓഫ് സ്റ്റാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത, നിങ്ങൾ എക്സാം തന്നെ അങ്ങനെയാണല്ലേ, അതുകൊണ്ട് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണ് വെൽഫെയർ പ്രോഗ്രാംസ്. ഇതിലുള്ള എല്ലാ കണ്ടസ്റ്റുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓൾ ദോസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് സോഷ്യൽ പ്രൊട്ടക്ഷൻ. സോഷ്യൽ പ്രൊട്ടക്ഷനിൽ സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് ലേബർ സ്ട്രാറ്റജി എന്ന് പറയുന്നതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര വലിയ സിലബസ് ആണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ടൈം എന്ന് പറയുന്നത് നമുക്ക് വളരെ കൺസ്ട്രെയിൻ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. എന്താ നമ്മളിവിടെ ചെയ്യേണ്ടത്? റിപ്പീറ്റഡ് ആയി പഠിക്കുക, മോർ ആയിട്ട് നമ്മൾ എക്സാംസ് അണ്ടർടേക്ക് ചെയ്യുക. അപ്പൊ എൻട്രിയിൽ ഓൾറെഡി തന്നെ 120 ഡേയ്സിന്റെ കോഴ്സ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ്, ക്വാളിറ്റേറ്റീവ് ഫാക്കൽറ്റി ആണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കറണ്ട് അഫെയർ ഡിസ്കഷൻ, അതുപോലെ തന്നെ 20+ മോഡൽ എക്സാംസ്, ഡെയിലി ലൈവ് എക്സാംസ്, ടെലിഗ്രാം സപ്പോർട്ട്, റിവിഷൻ എക്സാംസ്. ഇനിയും എന്താണ് വേണ്ടത്? 24/7 ടെക്നിക്കൽ ടീമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇതിലും വലിയ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. എങ്ങനെ സാധിക്കും? പ്രോപ്പർ മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ. അപ്പൊ ആ മെന്റർഷിപ്പ് വേണമെങ്കിൽ, ഈ പരീക്ഷയിൽ ടോപ്പ് റാങ്ക് നേടണമെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ എൻട്രിയിൽ. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.